ഞാൻ നിങ്ങളുടെ ചർച്ചയിൽ വന്നിട്ട്, നിങ്ങളുടെ കൂടിവരവിലെ, നിങ്ങളുടെ കൂട്ടായ്മയിലോ, നിങ്ങളുടെ വീട്ടു പ്രാർത്ഥനയ്ക്കോ വന്നിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ അഭിസംബോധന ചെയ്യാമെന്ന് വിചാരിക്കുക. പാമ്പുകളെ, അനുഗ്രഹിക്കപ്പെട്ട സർപ്പങ്ങളെ എന്നൊക്കെ വിളിച്ചാൽ അന്നേരം തന്നെ നിങ്ങൾ പറയും, ഭാഷ നിർത്തിക്കോ, മതി, ദൈവകൃപയില്ലാത്തൊരു മനുഷ്യനെ കൊണ്ടുവന്നേക്കുക. ഇതൊക്കെ ആരാ കൊണ്ടുവന്നേ? സാധാരണ ഇതൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ വിമർശിക്കാൻ സാധ്യത കൂടുതലാണ്. സാധാരണ എന്നല്ല, സാക്ഷാൽ കർത്താവ് ഒരു കൂടിവരവിൻ്റെ നടുവിൽ നിന്ന് പറഞ്ഞ വാക്കുകളെ ഞാനീ പറഞ്ഞേ. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം ഞാൻ വായിച്ചേൽപ്പിക്കാവേ. പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? സ്തോത്രം. സംസാരിക്കുന്നത് മുഴുവനും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരോടും പരീശന്മാരോടുമാണ്. കപടഭക്തിക്കാരായ ആ 23-ാം അധ്യായം നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കണം. ഒത്തിരി ഭാഗത്ത് അവരെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ആ അഭിസംബോധന ചെയ്തിട്ട് അവരൊന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ. അവർ കേട്ടിട്ട് കരി കയറി നിൽക്കുക. ഓരോ കാര്യവും അവർ പ്രമാണിക്കുന്ന കാര്യമാണെങ്കിലും കൂടെ ആ പ്രമാണിക്കുന്ന കാര്യത്തോട് ഗൗരവമില്ലാതെ അതിനെ ഭയത്തോടോ ഭക്തിയോടോ അല്ല ചെയ്യുന്നത്. ഒരു കടമയ്ക്കായി ചെയ്തു തീർക്കുന്ന കപടഭക്തിക്കാരായ ശാസ്ത്രിമാർ, പുരോഹിതന്മാർ. സാധാരണക്കാരൊന്നുമല്ല അവര്. ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരൊന്നുമല്ല. ന്യായപ്രമാണം നന്നായിട്ട് അറിയാവുന്നവരാ. പരീശന്മാർ സാധാരണക്കാരല്ല കേട്ടോ. ചില കാര്യങ്ങൾ അവർ ഭയങ്കരം വില കൊടുക്കുന്നവരാ. സ്തോത്രം. അവരുടെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും, അവരുടെ ചിന്താഗതിയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും, ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ഗൗരവമാണ്. അവരെ നോക്കിക്കൊണ്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. പറഞ്ഞ് ശ്രദ്ധിച്ചേ. പാമ്പുകളെ, സർപ്പസന്തതികളെ. എന്തൊരു അഭിസംബോധന അതല്ലേ. നരകവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിലേ മാനസാന്തരപ്പെടണമെന്ന് പറയുക. ഒരു കാലത്ത് ദൈവത്തെ അറിഞ്ഞു പാരമ്പര്യം നോക്കുന്ന ആളുകൾ കൂടിയാണ് ഇങ്ങനെയുള്ളവര്, ഇത്തരക്കാര്. പാരമ്പര്യം ഭയങ്കരമായിട്ട് പിടിച്ചു നടക്കും. നിങ്ങളൊക്കെ ഇന്നലത്തെ മഴയ്ക്ക് വന്നവരാ. ഞങ്ങളൊക്കെ 5 കൊല്ലം മുമ്പ് പെയ്ത മഴയ്ക്കായിരിക്കും വന്നത്. സ്തോത്രം. പാരമ്പര്യം നമ്മുടെ ഇടയിലുണ്ട് ഇത് അല്ലേ. ചില പ്രഭാഷകരൊക്കെ പ്രസംഗിക്കുമ്പോൾ വട്ടപ്പാറയിലുള്ള ചാക്കോപ്പിച്ചായൻ, പിന്നെ അവർക്കറിയാവുന്നത് മല്ലപ്പള്ളി, പിന്നെ അവർക്കറിയാവുന്നത് കോഴഞ്ചേരി, പിന്നെ അവർക്കറിയാവുന്നത് തിരുവല്ല, പിന്നെ അവർക്കറിയാവുന്നത് ഈ ഒരു വട്ടമല്ലാതെ ഇവർ ലോകം കണ്ടിട്ടില്ല. സ്തോത്രം. അവർക്കറിയാവുന്നൊരു കുഞ്ഞറിയാറുണ്ട്, അവർക്കറിയാവുന്നൊരു കുഞ്ഞുണ്ട്, ഒരു മറിയാമ്മ ചേട്ടത്തിയുണ്ട്, അവർക്കറിയാവുന്ന ഒരു ഏലിക്കുട്ടിയുണ്ട്. ഇവരെല്ലാവരും ഭക്തിയോടെ ജീവിച്ചവരാ. ഭക്തി ഒട്ടും കുറഞ്ഞവരല്ല. പക്ഷേ അവരുടെ മുമ്പിൽ ജീവിച്ച എത്രയോ പാവപ്പെട്ട ദൈവമക്കൾ പലയിടങ്ങളിൽ ഇന്നും മറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇന്നും മറവായി കിടക്കുന്നു. ആർക്കും അറിയത്തില്ല. അറിയോ? സ്തോത്രം. ഞാൻ ഒരു സംഭവം പറയാം. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു 5 വയസ്സൊക്കെ ഉള്ള സമയത്ത്, സ്തോത്രം, 10-38 വർഷം മുമ്പാണ്. അന്ന് ശക്തമായി ദൈവത്തിന് വേണ്ടി നിന്ന ഒത്തിരി ദൈവദാസന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. അവരെ ഒന്നും ഈ ലോകത്തിൽ ആർക്കെങ്കിലും അറിയുമോയെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ജയിലിൽ കിടന്ന്, കൊലപാതക കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ കിടന്ന്, ജയിലിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കർത്തസന്നിധിയിൽ വന്ന സുവിശേഷ ബലിയിൽ വിവാഹം പോലും കഴിക്കാതെ സുവിശേഷം അറിയിച്ച് നടന്ന ഒരപ്പച്ചനെ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ചണ്ഡീഗഡിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആഗ്രഹത്തോടെ പോയ സന്ദർഭത്തിൽ ഞാനും അവിടെയുണ്ട്. സ്തോത്രം. കേരളക്കാരായി ഇങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ടോ?
നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനീ പറഞ്ഞപ്പോഴല്ലാതെ എത്രയോ ആർക്കും അറിയാത്ത സുവിശേഷത്തിന് വേണ്ടി ഒരു വെച്ചുകെട്ടുമില്ലാതെ ജീവത്യാഗം ചെയ്ത എത്രയോ ഭക്തന്മാരായ കർത്തൃദാസന്മാർ. സ്തോത്രം. ആകെ അറിയാവുന്നത് ഞാൻ ആ പറഞ്ഞ ഇട്ടാവട്ടത്തിലുള്ള ആൾക്കാരെ മാത്രമേ നിങ്ങൾക്കുള്ളൂ. പക്ഷെ നിങ്ങൾ പോലും അറിയാതെ മലബാറിലും ഹൈ റേഞ്ച് മേഖലകളിലും, എന്തിനധികം മലം പ്രദേശങ്ങളിൽ മലമ്പനിയോടും മലമ്പാമ്പിനോടും പൊരുതി വിശ്വാസ ജീവിതത്തിൽ തങ്ങളെ കളിയാക്കുന്നവരുടെയും നിന്ദിക്കുന്നവരുടെയും നടുവിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഉപവാസവും പ്രാർത്ഥനയും മാത്രം മുൻപിൽ കൊണ്ടു നടന്ന ഒത്തിരി ദൈവദാസന്മാര് തിരശ്ശീലയ്ക്ക് പറയിലുണ്ട്. സ്തോത്രം. പിന്നെ നമ്മൾ ഈ പ്രസംഗത്തിലൊക്കെ കേൾക്കുന്ന പ്രസംഗകർ പറയുന്ന പേരൊക്കെ അവർക്കറിയാവുന്ന കാര്യമാണ്, അവർക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അതും തെറ്റൊന്നുമില്ല കേട്ടോ, പറഞ്ഞു. പക്ഷെ അവർ മാത്രമേ ഉള്ളെന്ന് പറയരുത്. അവിടെയാണ് ഞങ്ങളെപ്പോലുള്ള പ്രഭാഷകർ കുറച്ചുകൂടെ കാര്യം വ്യക്തമായി പറയേണ്ടതായിട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. വില കൊടുത്ത ഒത്തിരി ആളുകളുണ്ടെന്നേ, ഒത്തിരി പേരുണ്ട്. സ്തോത്രം. ഒത്തിരി ആളുകൾ വില കൊടുത്തവരുണ്ട്. സഹോദരിമാര്, സഹോദരന്മാര്, സുവിശേഷ പ്രവർത്തകര്, ദൈവദാസന്മാര്. സ്തോത്രം. എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ ബി വർഗീസ്, രാജു പാസ്റ്റർ, അദ്ദേഹത്തോടൊപ്പം 18ഓളം ദൈവദാസന്മാർ കർണാടകയിൽ സുവിശേഷപരമുള്ള ബന്ധത്തിൽ അവരനുഭവിച്ച ത്യാഗം ഇന്ന് വരെ പുറലോകം അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവരാരും പത്രത്തിലൊന്നും ഇട്ടിട്ടുമില്ല, അങ്ങനെ ഇടാൻ താല്പര്യമുള്ള ആൾക്കാരുമല്ല. പക്ഷേ അവരനുഭവിച്ച വേദന, അവരനുഭവിച്ച ത്യാഗം. സ്തോത്രം. എൻ്റെ പേര് ഞാൻ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി ആളുകൾ കർത്താവിന് വേണ്ടി തല്ലുകൊണ്ടു, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നെ അനുഭവിച്ചു, വേദന അനുഭവിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാ? ഞാനും നിങ്ങളും നരകവിധി തെറ്റി ഒഴിയാൻ. സ്തോത്രം. നമ്മൾ നരകവിധി തെറ്റി ഒഴിയാൻ വേണ്ടിയാ. എന്നാൽ ഞാൻ നിങ്ങൾ നരകവിധി തെറ്റി ഒഴിഞ്ഞോ ഇതുവരെ? കേൾക്കുമ്പോൾ ഹൃദയത്തിന് കാഠിന്യം വർദ്ധിക്കുന്നതല്ലാതെ ഒരല്പമെങ്കിലും. സ്തോത്രം. പി.ടി. തോമസ് സാറിന്റെ ഭാഷ പറഞ്ഞാൽ കണ്ണി ചോരയുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടി വരിക. എൻ്റെ പ്രിയരെ, ഈ രാവിലെ സമയം ശാസ്ത്രിമാരെയും പരീശന്മാരെയും പോലെ തൊട്ടതിനും പിടിച്ചതിനെല്ലാം വഴക്കും ഉണ്ടാക്കി. അപ്പോൾ തന്നെ ന്യായപ്രമാണത്തിന് വേണ്ടി ജീവനും കളഞ്ഞു. ആചരിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ആചരിച്ചു. ഭയങ്കര വിശുദ്ധ ഭക്തന്മാരെന്നും പറഞ്ഞ് നടക്കുന്ന കപടഭക്തിക്കാരായ പരീശന്മാരെ പോലെയും ശാസ്ത്രിമാരെ പോലും ആകാതിരിക്കാൻ വേണ്ടി ഈ രാവിലെ സമയം ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നിരുന്നു ഈ കാര്യം പറയുന്നു. സ്തോത്രം. അവരുടെ കർത്താവ് അവരെ വിളിച്ചത്, അഭിസംബോധന വിളിച്ചത് പാമ്പേ എന്നാണ് വിളിച്ചത്. പാമ്പേ. സ്തോത്രം. പാമ്പേ. കുറച്ചുകൂടെ ബഹുമാനിച്ച് ഇച്ചിലൂടെ വിളിച്ചിട്ടുണ്ട്, സർപ്പമേ, സർപ്പങ്ങളെ. എന്നെ നിങ്ങൾ എന്തായിരിക്കും വിളിക്കുന്നത്? പാമ്പിനൊരു മാന്യതയുണ്ട്, അതുകൊണ്ട് മിക്കവാറും പാമ്പേന്ന് വിളിക്കാൻ സാധ്യതയില്ല. നമ്മളെ കുട്ടിച്ചാത്താനേന്നായിരിക്കും വിളിക്കുന്നത്. സ്തോത്രം. കാരണം നരകത്തിലിട്ട് പോവാണല്ലോ. നരകത്തിൽ കിടക്കുന്ന അവർക്ക് വേണ്ടിയുള്ള സ്ഥലമാണ് അത്. പക്ഷെ ഞാനും നീ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? ഈ രാവിലെ സമയം ഒന്ന് ചിന്തിക്കണേ. ഒത്തിരി ആളുകൾ ജീവത്യാഗം സംഭവിച്ചു ഈ മാർഗത്തിന് വേണ്ടി. ഒത്തിരി ആളുകൾ നിന്നെ അനുഭവിച്ചു, വേദന അനുഭവിച്ചു. നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, നിങ്ങൾ അനുഭവിക്കുന്ന നിന്ദകൾ. സ്തോത്രം. നരകവിധി എന്നുള്ള വിടുതലിന് വേണ്ടിയുള്ള കാര്യമാണെന്ന് മറക്കരുത്. ഈ രാവിലെ സമയം അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കാം. കർത്താവേ, ഞാൻ അനുഭവിക്കുന്നു, ഞാൻ വേദന അനുഭവിക്കുന്നത്, ആർക്കുമില്ലാത്ത വേദനയാണല്ലോ എനിക്ക് എന്ന് ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. നരകവിധിയിൽ നിങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക.
സ്തോത്രം. ആ നരകവിധി, സകല മനുഷ്യർക്കും ഉണ്ടാകാനുള്ള നരകവിധി, ആ വിധിയിൽ നിന്ന് ഞാൻ നിങ്ങൾ രക്ഷപ്പെട്ടു. എങ്ങനെ? ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രൻ രക്ഷിതാമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസലിലേക്ക് അടുത്തു വരികയാണ്. കർത്താവേ, ഈ വാത്സല്യമുള്ള സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യം പൊക്കിപ്പിടിച്ച് കുറേ നാൾ ഞങ്ങൾ നടന്നു കർത്താവേ. അപ്പോൾ തന്നെ കർത്താവെ, അവിടുത്തെ വചനത്തെ അനുസരിക്കുകയും പ്രമാണത്തെ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നു. പക്ഷേ രക്ഷിതാവിനെ തിരിച്ചറിയാൻ കഴിയാതെ നരകവിധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾക്കൊരു കാര്യം ബോധ്യമായി. ഞങ്ങളെ അനുഭവിക്കുന്നതെല്ലാം ആ നരകവിധി എന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ്. കർത്താവെ, ഈ രാവിലെ ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാരമ്പര്യം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കാതെ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ എത്തിയെന്ന് പറയുവാൻ ഞങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഹൃദയം തുറന്ന് ഈ പ്രിയപ്പെട്ടവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് രാവിലെ അവരുടെ ബിസിനസ് അനുഗ്രഹമായി തീരട്ടെ. എല്ലാ വിധത്തിലും അവർ അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ കൃപ അവരുടെ മേൽ പകരണമേ. നിന്റെ കൃപ നിറയ്ക്കണമേ കർത്താവേ. നീ അവരുടെ കൈ പിടിച്ച് അവരെ നടത്തണമേ. പ്രാർത്ഥന നടത്തണം യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, മറക്കരുത്, നരകവിധിയാണ് ഒഴിഞ്ഞു കിട്ടിയത് കേട്ടോ. സാധാരണ വിധിയല്ല, നരകവിധി. സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്നേഹിക്കാം. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.